NSDL നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്ക് പ്രകാരം ഏപ്രിൽ മാസത്തിൽ ഇതുവരെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും 10,355 കോടിയുടെ സെല്ലിംഗ് നടത്തി. ഏപ്രിൽ 2-ാം തീയതി ആരംഭിച്ച് ഏപ്രിൽ 4-ാം തീയതി വരെയുള്ള ആഴ്ചയിലാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ 10,355 കോടിയുടെ സെല്ലിംഗ് നടത്തിയത്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ വർദ്ധിച്ചു വരുന്ന അൺസർട്ടനിറ്റിയും കൂടാതെ ഒട്ടുമിക്ക മാർക്കറ്റിലും ഉയർന്ന റിസ്ക്കുമാണ് FPAസിനെ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിങ്ങിന് പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലർ തന്നെയാണ്. മാർച്ച് മാസത്തിൽ FPAs 3,973 കോടിയുടെ സെല്ലിംഗ് നടത്തി. മാർച്ച് മാസത്തിൻ്റെ അവസാന ആഴ്ചകളിൽ FPAs ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് നടത്തിയെങ്കിലും നെറ്റ് ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ 3,973 കോടിയുടെ സെല്ലിംഗ് ആണ് FPAs നടത്തിയത്. ജനുവരി മാസത്തിലും ഫെബ്രുവരി മാസത്തിലും FPAs സെല്ലർ തന്നെയായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ 34,574 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഇത് ഇന്ത്യൻ മാർക്കറ്റ് മാത്രം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമല്ല. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും $5.4 ട്രില്യൺ ഔട്ട്ഫ്ലോ ആണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന അനിശ്ചിതത്വം ലോകത്തെ തന്നെ ഒട്ടുമിക്ക മാർക്കറ്റുകളെയും ബാധിച്ചിട്ടുണ്ട്. മാർക്കറ്റുകളുടെ പെർഫോമൻസ് മോശമായത് IPO വിപണിയെയും പ്രതികൂലമായി ബാധിച്ചു. വരാനിരുന്ന പല IPOകളും മാറ്റിവെക്കുകയും വെയിറ്റ് ആൻഡ് സീ എന്ന അപ്രോച്ച് പല കമ്പനികളും ഇൻവെസ്റ്റേഴ്സും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള ബൈയിങ് ഉടനൊന്നും പുനരാരംഭിക്കാൻ സാധ്യതയില്ലെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. അതിന് പിന്നിലെ പ്രധാന കാരണം ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്ത അൺസർട്ടനിറ്റി തന്നെയാണ്. കൂടാതെ ട്രംപിൻ്റെ റെസിപ്രോക്കൽ താരിഫ് ഇന്ത്യൻ മാർക്കറ്റിൽ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ഇന്ത്യൻ മാർക്കറ്റ് മുക്തമായി മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് വന്നതിന് ശേഷം മാത്രമേ FPAസിൻ്റെ സൈഡിൽ നിന്നുള്ള ഹെവി ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവൂ. ഇതിന് സമയമെടുത്തേക്കും. അതേസമയം ട്രംപ് പ്രഖ്യാപിച്ച റെസിപ്രോക്കൽ താരിഫ് ഇന്ത്യൻ മാർക്കറ്റിനെ അത്ര പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയില്ലെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അതിന് പിന്നിലെ ഒരു പ്രധാന കാരണം അമേരിക്കയുടെ മാർക്കറ്റ് സൈസ് 4.2 ട്രില്യൺ ആണ്. 4.2 ട്രില്യൺ സൈസുള്ള മാർക്കറ്റിൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് വെറും $80 ബില്യൺ മാത്രമാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് മുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ് ഇന്ത്യയെ അത്ര പ്രതികൂലമായി ബാധിക്കില്ല എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. അതേസമയം ഗ്ലോബലി മാർക്കറ്റിൻ്റെ ട്രെൻഡ് മോശമായതും അൺസർട്ടനിറ്റീസ് ഉയരുന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ FPAs ഇന്ത്യൻ മാർക്കറ്റിൽ ഉടനടി തിരിച്ചു വരികയില്ല എന്നാണ് പറയുന്നത്. അനാലിസിസ് വഴി മാർക്കറ്റിൻ്റെ ട്രെൻഡ് പരിശോധിച്ചാൽ മാർക്കറ്റ് കൺസോൾട്ടേഷനിൽ നിന്നും ബ്രേക്ക് ഡൗണിലേക്ക് പോകുന്നു എന്നുള്ള സൂചനയായിരിക്കും നമ്മൾക്ക് ലഭിക്കുക. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും ഇൻഡെക്സ് 1.49% ഇടിഞ്ഞ് 22,904 ക്ലോസിംഗ് നൽകിയിരുന്നു. നിഫ്റ്റി 50യുടെ ഒട്ടുമിക്ക സെക്ടറുകളിലും സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. സ്റ്റീൽ, ഫാർമ, മെറ്റൽ തുടങ്ങിയ ഒട്ടുമിക്ക ഇൻഡിസസുകളും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് കൂടുതൽ വീക്ക് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൺസോൾട്ടേഷനിൽ നിന്നും ബ്രേക്ക് ഡൗണിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. 22,900 എന്ന ലെവലിനടുത്തായിട്ടാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. 22,900 ഒരു സപ്പോർട്ടാണെങ്കിലും വളരെ ദുർബലമായ ഒരു സപ്പോർട്ടാണ്. 22,800 ആണ് ഒരല്പമെങ്കിലും മെച്ചപ്പെട്ട സപ്പോർട്ട്. 22,800 എന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 22,676 എന്ന ലെവലിലേക്ക് മാർക്കറ്റ് ഇടിയാൻ സാധ്യതയുണ്ട്. അതേസമയം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലെ ഒരു പ്രധാന റെസിസ്റ്റൻസായ 23,100, കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലെ ഒരു പ്രധാന സപ്പോർട്ടായ 23,100 വരും സമയങ്ങളിൽ നിഫ്റ്റിയുടെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഒരു ലോങ് ബിയർ രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 23,800 ഒരു ഡബിൾ ടോപ്പ് രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം വീക്ക്ലി ബേസിസിൽ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഹയർ സൈഡിൽ ഫോം ചെയ്തിരിക്കുന്ന ഡോജി ക്യാൻഡിലും മാർക്കറ്റിൻ്റെ വീക്ക്നെസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റ് കൂടുതൽ വീക്കാകാനും ഡൗൺ സൈഡിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ഇവിടെ 22,600 എന്ന സപ്പോർട്ട് വീക്ക്ലി ബേസിസിൽ നഷ്ടമാവുകയാണെങ്കിൽ 22,380 മാർക്കറ്റ് നീങ്ങുക. അതേസമയം 23,180 തന്നെയായിരിക്കും വീക്ക്ലി ബേസിസിലും മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒട്ടുമിക്ക സെക്ടറുകളും വീക്കാണെങ്കിലും ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിൻ്റെ ഡീസൻ്റ് പെർഫോമൻസ് ആണ് മാർക്കറ്റിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിന് ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡെക്സുകളിലും വെയിറ്റേജ് കൂടുതലാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മറ്റുള്ള മാർക്കറ്റുകളുമായി താരതമ്യപ്പെടുത്തി ഒരല്പമെങ്കിലും ഭേദപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്